ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കണം ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ പടങ്ങളെല്ലാം ഇതുപോലെ ആയിരിക്കും. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പുറത്ത് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പോകും. വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ വരുമ്പോൾ നിങ്ങളുടെ പടങ്ങൾ ഈ ഒരു ലെവലിലെത്തും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളെല്ലാവരും ഒരു പേപ്പർ എടുക്കും, പെൻസിലെടുക്കും, പിന്നെ നല്ലപോലെ സമയം എടുത്ത് വരയ്ക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ പടം ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ ആവാതിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ഗ്രിഡ് മെത്തേഡ്. ഗ്രിഡ് മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇലയുടെ പടം വരയ്ക്കണം. അന്നേരം നിങ്ങൾ ഇല മൊത്തത്തിൽ വരയ്ക്കാതെ അതിനെ ചെറിയ ചെറിയ ബോക്സസ് ആക്കി വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. ഇതാണ് ഗ്രിഡ് മെത്തേഡ്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്ത് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന ആപ്പ് സെർച്ച് ചെയ്യുക. ഇനി ആപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്നത് ഈ ഒരു ഐക്കൺ ഞെക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഇനി നമുക്ക് വരയ്ക്കേണ്ട ആളുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ BW എന്ന ഓപ്ഷൻ ഞെക്കുക. പിന്നെ നിങ്ങളുടെ ബോക്സ് കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിലായിരിക്കും. SQ എന്ന് പറയുന്ന ബോക്സും ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ ബാക്കി 2 ബോക്സും ടിക്ക് ചെയ്യുക. ഇനി ആ മുകളിലെ 3 വരെ ഞെക്കുക. എന്നിട്ട് അവിടെ നമ്പർ ഓഫ് റോസിൽ 14 എന്ന് അടിക്കി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ഈ ഐക്കണെ ഞെക്കണം. അപ്പോൾ നമ്മുടെ പടം ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പേപ്പറിലോട്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് പടത്തിലെ ഗ്രിഡ് ലൈൻസ് പേപ്പറിലോട്ട് വരയ്ക്കാം. കഴിവതും 2 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള സ്ക്വയറുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. വരച്ചെടുക്കുമ്പോൾ കഴിവതും കട്ടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഞാൻ വരച്ചപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി. ഇനി നിങ്ങളുടെ ഫോണിലെ ബോക്സുകളുടെ എണ്ണവും പേപ്പറിലെ എണ്ണവുമായി മാച്ച് ചെയ്ത് ഔട്ട്ലൈൻ വരയ്ക്കുക. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എൻ്റെ കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡ്രോയിങ്ങിൽ ഔട്ട്ലൈൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഷെയ്ഡിങ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.